നമ്മുടെ എക്സാമിൻ്റെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് തന്നെ നല്ലൊരു സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ളൊരു ബാച്ച് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. CA കോഴ്സിൽ തന്നെ CA ഫൗണ്ടേഷനിലുള്ള +2 കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനാണ് നമ്മൾ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ നമ്മളൊരു പുതിയ ബാച്ച് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മുടെ ഈഗിൾസിൻ്റെ ഗോൾഡൻ ബാച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത് 100% വിജയശതമാനമാണ് നമ്മൾ ആ ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറൗണ്ട് 300 സ്റ്റുഡൻസാണ് നമ്മൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അതിൽ വളരെ കുറച്ച് സ്റ്റുഡൻസിന് ആണ് നമ്മൾ ഗോൾഡൻ ബാച്ചിലേക്ക് ചാൻസ് കിട്ടുകയെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ സ്റ്റുഡൻസിന് അത്രയും കാലിബറുള്ള സ്റ്റുഡൻസിനെ തിരഞ്ഞെടുത്ത് നമ്മുടെ ആ ഒരു ബാച്ചിൽ 100% സക്സസ്സിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് നോർമൽ ബാച്ചും ഉണ്ട്, ഗോൾഡൻ ബാച്ചും ഉണ്ട്. ഇനി നമ്മളിതിൽ സ്റ്റുഡൻസിനെ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ജസ്റ്റ് വെറുതെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാമെന്നല്ല, സ്റ്റുഡൻസിൻ്റെ കാലിബർ എന്താണെന്ന് കണ്ടെത്തുകയാണ് നമ്മളിതിൽ കൂടെ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഇനിയിപ്പോൾ ഒട്ടും നമുക്ക് സ്റ്റുഡൻസിനെ ആപ്റ്റാവാത്ത സ്റ്റുഡൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പറ്റിയ കോഴ്സ് വരെ നമ്മൾ പ്രിഫർ ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് CA ആണോ CMA ആണോ ACC ആണോ ചൂസ് ചെയ്യേണ്ടതെന്ന് വരെ നമ്മൾ പ്രിഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ എല്ലാ തവണയും നമ്മൾ ഒരു എക്സാം കണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റുഡൻസിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് തന്നെ നമ്മളെ കഴിഞ്ഞ തവണ ടാലൻറ്റ് ടെസ്റ്റ് നടത്തിയ കുട്ടി, ടോപ്പറിൽ വന്ന കുട്ടി, ഇത്തവണ നമ്മുടെ CA ഫൗണ്ടേഷൻ ജാനുവരി 2025 എക്സാം നടത്തിയപ്പോൾ അതിലേറ്റവും ടോപ്പ് സ്കോർ ആ കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 300 മാർക്കിൻ്റെ മുകളിൽ ആ കുട്ടിക്ക് അതിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു ടാലൻറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് അത് അത്രയും ഉപകാരപ്രദമായിട്ടുണ്ടെന്നാണ് ആ കുട്ടി പറയുന്നത്. നമ്മുടെ സ്റ്റുഡൻ്റാണ് ഷിദാന എന്ന് പറയും. ആൾക്ക് ഇന്ന് കേരളത്തിലെ ടോപ്പറിൽ ഒരാളാണ്. നമ്മുടെ ഈഗിൾസിൽ വന്ന് ജോയിൻ ചെയ്ത് ടാലൻറ്റ് ടെസ്റ്റ് നടത്തി അതിൽ ടോപ്പ് സ്കോർ കിട്ടി. പിന്നെ CA ഫൗണ്ടേഷൻ എക്സാമിലാണ് ആൾക്ക് ടോപ്പ് കിട്ടിയിട്ടുള്ളത്. എല്ലാ ജില്ലയിൽ നിന്നും ആളുകൾ വരുന്നു. 14 ജില്ലയിൽ നിന്നുള്ള സ്റ്റുഡൻസ് നമുക്ക് ഇവിടെ ഇന്ന് ഈ എക്സാമിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈഗിൾസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലപ്പുറത്ത് മാത്രമാണ് നമുക്ക് ബ്രാഞ്ച് ഉള്ളത്. ആ ബ്രാഞ്ചിൽ തന്നെ ഈ 14 ജില്ലയിൽ നിന്നുള്ള സ്റ്റുഡൻസാണ് നമുക്ക് പഠിക്കുന്നത്. എത്ര പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു? 300 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ 300 പേരൊന്ന് എക്സാം അറ്റൻഡ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഇതിന് നമ്മളുടെ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഗോൾഡൻ ബാച്ചും നോർമൽ ബാച്ചും സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ഗോൾഡൻ ബാച്ചിലേക്കാണ് നമ്മൾ കുട്ടികളുടെ നോക്കുന്നത്. കാരണം അത്രയും കഴിവുള്ള സ്റ്റുഡൻസിനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിന് തിരഞ്ഞെടുക്കുന്ന ആളുകളെ ആയിരിക്കും അതെ, ഇതിന്ന് സെലക്ട് ചെയ്യുന്നത്. ഇന്ന് 10-ാം തീയതി നടക്കുന്ന ഈ ഒരു എക്സാമിൽ നിന്നാണ് നമ്മൾ ഗോൾഡൻ ബാച്ച് സെലക്ട് ചെയ്യുന്നത്. എങ്ങനെ ആയാലും നമ്മുടെ കോളേജിൽ എൻട്രൻസ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. രാവിലെ എപ്പോഴാണ് എക്സാം തുടങ്ങിയത്? നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 10 മണിക്കാണ്. 9:30 ടൈമിൽ എല്ലാ സ്റ്റുഡൻസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ദൂരെ നിന്ന് വരുന്ന പാരൻസും സ്റ്റുഡൻസുമാണ്. എന്തായാലും നമ്മളുടെ ആ ഒരു കറക്റ്റ് ടൈമിന് തന്നെ പാരൻസും സ്റ്റുഡൻസ് നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതിനാണ് ഏറ്റവും വലിയ കാര്യം. അവരുടെ ടൈം ആയപ്പോഴത്തേന് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പേഷ്യൻസും കാണിച്ചിട്ടുണ്ട് അവർ. ഒപ്പം തന്നെ രക്ഷിതാക്കൾക്ക് ഒരു അവയർനെസ് ക്ലാസ്. യെസ്, അതെ. നമ്മുടെ പാരൻസിന് നമ്മളൊരു അവയർനെസ് ക്ലാസ് കൊടുക്കൽ നിർബന്ധമാണ്. അത് സാറിൻ്റെ ആ ഒരു ക്ലാസ് കിട്ടുകയെന്ന് പറയുമ്പോൾ അതെ, ലത്തീഫ് സാറിൻ്റെ ഒരു ക്ലാസ് കിട്ടുകയെന്ന് പറയുമ്പോൾ പാരൻസിന് അത്രയും ആപ്റ്റാവും അത്. കാരണം എങ്ങനെയാണ് അവരുടെ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡൻസ് ഇവിടെ എങ്ങനെയാണ് ഓക്കെ ആണ് എന്നുള്ളത് സാറിനത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. കാരണം നമുക്ക് 70% പെൺകുട്ടികളാണ് പഠിക്കുന്നത്. പെൺകുട്ടികളുടെ സേഫ്റ്റി നമുക്ക് അത്രയും ഉള്ളതാണ്. +2 കഴിഞ്ഞു, ഓട്ടോമാറ്റിക്കലി ഇതിന് താല്പര്യമുള്ള താല്പര്യമുള്ള കുട്ടികളെയാണോ നിങ്ങൾ ഇതിനെ ഈ ഒരു എൻട്രൻസ് എക്സാമിലേക്ക് ക്ഷണിക്കുന്നത്? എങ്ങനെയാണ്? അതെ, നമ്മുടെ +2 കഴിഞ്ഞിട്ട് CAക്ക് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ്, CAക്ക് ഇൻട്രസ്റ്റ് അവർ നമ്മളെ കോൾ ചെയ്തിട്ട് അവർക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറയുന്നുള്ള സ്റ്റുഡൻസ്, ഇപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ അവർ ഓക്കെയാണ്, ഇൻട്രസ്റ്റഡ് ആണെന്ന് പറയുന്നുള്ള സ്റ്റുഡൻസിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ എൻട്രൻസിൽ കിട്ടുന്ന കുട്ടികൾ പുറമെ വേറെ കോഴ്സ്, അതായത് CAയുടെ മറ്റുള്ള കോഴ്സുകളൊക്കെ ഈഗിൾസിൽ ഉണ്ടല്ലോ, അപ്പോൾ അല്ലേ? ACCA കോഴ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി CMA സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് CAക്കുള്ള ടെസ്റ്റാണ്. CA ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഉള്ള ടെസ്റ്റാണ് അവർ അറ്റൻഡ് ചെയ്യുന്നത്. +2 യെസ്, സ്കോളർഷിപ്പ് ഉണ്ട്. നമ്മുടെ ഈ ഗോൾഡൻ ബാച്ചിൻ്റെ എയിം എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്കൊരു സ്കോളർഷിപ്പും കൂടെയാണ്. അവരുടെ കോച്ചിങ് ഫീസിൽ ഒരു സ്കോളർഷിപ്പ് അവർക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഏത് സമയത്താണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതിപ്പോൾ തന്നെ ഈ മാസം നമ്മൾ 20-ാം തീയതി ഇവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ബാച്ചിലേക്ക് സെലക്ഷൻ കിട്ടുന്ന കുട്ടികൾക്ക് റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഇവർക്കുള്ള CAൻ്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ CAൻ്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് ആ ഒരു ടൈം മാനേജ് ചെയ്ത് പഠിക്കാനും ലാസ്റ്റ് ആകുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു എയിമിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അവർക്ക് റിവിഷൻ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് അവരെ കുറച്ച് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഈഗിൾസിൻ്റെ ചെയർമാൻ ലത്തീഫ് ചേരുകയാണ്. അബ്ദുൽ ലത്തീഫ്, വലിയ അഭിമാന നിമിഷമായി ഒരുപക്ഷെ ഞങ്ങളിപ്പോൾ ബൈറ്റുകളൊക്കെ എടുക്കുകയായിരുന്നു രക്ഷിതാക്കളെ. അവരൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരിക്കലും ആരും ഈഗിൾസ് അങ്ങോട്ട് ബന്ധപ്പെട്ടില്ല, അവരിങ്ങോട്ട് തേടി എത്തുകയായിരുന്നു. വലിയ അഭിമാന നിമിഷം. തീർച്ചയായിട്ടും ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഓൾ കേരള എൻട്രൻസ് എക്സാം വെക്കുന്നതിൻ്റെ കാരണം
ഇന്ന് നമ്മൾ കുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഇഷ്യൂ +2 കഴിഞ്ഞൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റിംഗ് ഭാഗമായിട്ട് അവരെങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. മാർക്കറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരു നോളജ് മാത്രമാണ് അവർക്കുള്ളത്. അതിനപ്പുറത്തേക്ക് എന്താണ് CA, ഒരു പ്രൊഫഷണൽ കോഴ്സിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അവർക്ക് എന്തെല്ലാം ട്രെയിനിങ് കിട്ടണം, അതിന് മുമ്പേ അതിന് മാത്രം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഈ ടാലൻറ്റ് എക്സാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ ടാലൻറ്റ് ടെസ്റ്റൊക്കെ നമ്മൾ വെച്ച സമയത്ത് ഈ ടാലൻറ്റ് ടെസ്റ്റ് പോലും പേടിച്ച് പിന്മാറിയ ഒരുപാട് പേരുണ്ട്. അത്തരം കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ ഒരു ടെൻഷൻ അനുഭവിക്കുന്ന ഒരിക്കലും കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല, CAക്കുള്ള കോമ്പറ്റിംഗ് മെൻറ്റാലിറ്റിയോടില്ല. അപ്പോൾ അത്തരം കുട്ടികളെ ഫൈൻഡ് ചെയ്യുക, മാർക്കറ്റിങ്ങിലൂടെ കണ്ടിട്ടുള്ള ആളുകളെ, അവർ വെറും CAനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ അവരെ ഒഴിവാക്കുക. അപ്പോൾ ഇന്നൊക്കെ നമുക്കറിയാം കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്, ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് ഈ എക്സാമിന്. അപ്പോൾ ഇവരാരും വരുന്ന വഴികളിലൊന്നും മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇല്ലാഞ്ഞിട്ടല്ല അവർ ഇവിടെ എത്തുന്നത്. ബിക്കോസ് ഇത്തരത്തിലുള്ള പരീക്ഷയിലൂടെ, ഇത്തരത്തിലുള്ള ഒരു സെലക്ഷൻ ടെസ്റ്റിലൂടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ക്വാളിറ്റി ഓഫ് സർവീസ് കിട്ടിയാൽ മാത്രമേ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരത്തിലുള്ള കോമ്പറ്റിംഗ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രധാനപ്പെട്ട ഈ റെസിഡൻഷ്യൽ എക്സാമുകളൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കോച്ചിങ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം അവർ +2 കഴിഞ്ഞ് വരുന്ന സമയത്ത് കൃത്യമായി ട്രെയിൻ ചെയ്താലേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരൊക്കെ നമുക്ക് പാസ്സാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പാരൻസ് ഓൾമോസ്റ്റ് ഇവിടെ പറഞ്ഞു ഒരു കോൾ പോലും ഈഗിൾസിൽ നിന്ന് വന്നിട്ടില്ല എന്നല്ലേ. അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഇവിടേക്ക് എൻക്വയറി വരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളെ ടെസ്റ്റ് നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു നിശ്ചിത ബാച്ചിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. അതുവഴി ഇതിന് ആപ്റ്റായിട്ടുള്ള, ഇതിന് കൃത്യമായി പഠിക്കാൻ തയ്യാറായിട്ടുള്ള, ഇതിനെ ആഗ്രഹിച്ച് വരുന്ന കുട്ടികളെ സെലക്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും കഴിയും എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയൊരു സന്തോഷം. ഒരു സ്ഥലത്ത് എക്സാം നടക്കുന്നു, മറ്റൊരു സ്ഥലത്ത് രക്ഷിതാക്കൾക്കുള്ള അവയർനെസ് ക്ലാസ് നടക്കുന്നു, അവരെ ബോധവൽക്കരിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. കാരണം കുട്ടികൾക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ പാരൻസിന് വലിയൊരു ട്രെയിനിങ് ആവശ്യമാണ്. കാരണം ഒരു കുട്ടി വിജയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ആ പാരൻസിൻ്റെ സപ്പോർട്ടാണ്. അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇമോഷണലി ആയിക്കോട്ടെ. അപ്പോൾ ഈ പാരൻസിന്, ഈ കുട്ടികൾക്ക് എക്സാം നടക്കുന്ന അതേ സമയം തന്നെ പാരൻസിന് അവർ ട്രെയിനിങ് കൊടുക്കുന്നത് അവർ കൃത്യമായിട്ട് കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം എന്താണ് CA, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, എന്തെല്ലാം സപ്പോർട്ടാണ് ഈ CA ജേണിയിൽ പാരൻസിന് കൊടുക്കേണ്ടത്, പാരൻസ് എന്തൊക്കെ ട്രെയിനിങ് എടുക്കണം എന്നുള്ളത് മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ക്ലാസ്സിലൂടെ നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇന്നിപ്പോൾ 300ഓളം കുട്ടികൾ രജിസ്റ്റർ ചെയ്യുന്നു. എങ്ങനെയാണ് ഇന്നത്തെ ഇവിടെയൊക്കെ സെലക്ഷൻ എങ്ങനെയാണ്? നമ്മളിപ്പോൾ എക്സാമിന് അവരുടെ കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ ഒരു ടെസ്റ്റ് തുടങ്ങി, അവരുടെ വാല്യുവേഷൻ തുടങ്ങി. ആ വാല്യുവേഷൻ അനുസരിച്ച് കൃത്യമായി എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുടെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യും. അവർക്ക് സൈറ്റ് വഴി പബ്ലിഷ് ചെയ്ത റിസൾട്ട് കാണാം. അതിനനുസരിച്ച് അഡ്മിഷൻസ് എന്ത് ചെയ്യും എടുക്കുക എന്നുള്ളതാണ്. അതിലും ഫെയിലായ കുട്ടികൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം കൗൺസിലിംഗ് കൊടുത്ത് എന്തുകൊണ്ടാണ് അവർക്ക് ആ ഫെയിലിയർ വന്നത്, അല്ലെങ്കിൽ അവർക്ക് ആപ്റ്റായ കോഴ്സ് CA ആണോ, അല്ലെങ്കിൽ അതിൽ അപ്പുറത്തേക്ക് ഒരു ആപ്റ്റായ കോഴ്സ് ഏതാണെന്ന് കണ്ടെത്തി അതും കൂടി പറഞ്ഞു കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വിടുന്നത്. അല്ലാതെ വെറുതെ ഒരു എക്സാം നടത്തി ഒരു ഷോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല, ഒരു ആപ്റ്റായ രീതിയിലേക്ക് അവർ കരിയർ സെറ്റ് ചെയ്യുക എന്നതാണ് ഈഗിൾസ് ഇൻറ്റൻഷൻ വെക്കുന്നത്. കഴിഞ്ഞു പോയ കുട്ടികളൊക്കെ ഒരുപാട് നമ്മൾ കാണാറുണ്ടായിരുന്നു. അവരൊക്കെ രക്ഷിതാക്കളൊക്കെ സംതൃപ്തരാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇറങ്ങി പോയിട്ടുണ്ട് കോഴ്സ് കഴിഞ്ഞ് ഈഗിൾസ് നിന്ന്. എന്താണ് അവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തന്നെ മുൻപ് ഒരു ടാലൻറ്റ് ടെസ്റ്റിന് പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്ത് കുട്ടികളെ എക്സാം ഫൗണ്ടേഷൻ ഇവിടുന്ന് പാസ്സാവുന്നു, അതേ കുട്ടികൾ തന്നെ ഇൻ്റർ ഇവിടുന്ന് പാസ്സാവുന്നു. നിങ്ങൾ ആലോചിച്ച് ഇപ്പോൾ കഴിഞ്ഞ ഇവിടുത്തെ ഫൗണ്ടേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഓൾ കേരളയിൽ ഏറ്റവും ടോപ്പർ റിസൾട്ടാണ്. അതായത് ഒരു സെൻറ്ററിൽ നിന്ന് മാത്രം 165 പേര് ഒരൊറ്റ ക്ലാസ് റൂമിൽ നിന്ന് എന്ത് ചെയ്യാണ് പാസ്സാവുകയാണ്. അപ്പോൾ ആ കുട്ടികൾ മുഴുവനും അവരെല്ലാവരും ഇൻ്റർ പഠിക്കാൻ ഇവിടെ തന്നെ അഡ്മിഷൻ എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം അത്തരത്തിലൊരു നല്ല സർവീസ് അല്ല, ഒരു നല്ല പഠനമല്ല അവർക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ അവരിവിടെ അടുത്ത ലെവലിൽ ജോയിൻ ചെയ്യൂല. അപ്പോൾ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്താ ചെയ്യുന്നത്, കുട്ടികൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, മിസ്സാവാതിരിക്കാൻ വേണ്ടി രണ്ടും കൂടി ഒരുമിച്ച് അഡ്മിഷൻ എടുക്കുന്ന കാലഘട്ടം. ഇൻ്ററിൻ്റെയും ഫൗണ്ടേഷനും ഫീസ് ആദ്യമേ വാങ്ങി വെക്കുക. പാരൻസിന് ഫിനാൻഷ്യലി ഇത് ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്ക് റീതിങ്ക് ചെയ്ത് അടുത്ത സെൻറ്റർ ഇത് ശരിയല്ലെങ്കിൽ പോകാൻ പോലുള്ള അവസരമില്ല. നമ്മളെന്താ ചെയ്യുന്നത്, അങ്ങനെ നിർബന്ധിച്ച പോലെ അഡ്മിഷൻ എടുക്കേണ്ട ഒരു സംവിധാനമല്ല ചെയ്യേണ്ടത്. നമ്മൾ നല്ല സർവീസ് ഓഫ് എഡ്യൂക്കേഷൻ, നല്ല ക്വാളിറ്റി ഓഫ് സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ അടുത്ത തവണ എന്ത് ചെയ്യും, നമുക്ക് വരും. നമുക്ക് ഇത്തവണ പുറത്തുനിന്നുള്ള അഡ്മിഷൻസ് ഇൻ്റർ ലെവലിലോട്ട് എടുക്കാനേ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. വളരെ 3-4 പേർക്ക് മാത്രമാണ് കൊടുക്കാൻ പറ്റിയത്, അത് മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രം. അല്ലാത്ത മറ്റും എല്ലാവരും നമ്മളവിടെ പഠിച്ച കുട്ടികൾ തന്നെയാണ് എന്നുള്ളതാണ് നമ്മളെ സന്തോഷം. റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്, ഒപ്പം തന്നെ അത് നിർബന്ധമാണോ റെസിഡൻഷ്യൽ? ഇപ്പോൾ രക്ഷിതാക്കൾ പറയുകയുണ്ടായി അവർക്ക് പോയി വരാനുള്ളൊരു സൗകര്യം ആലോചിക്കുന്നുണ്ട്, അത് പറ്റും നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള എങ്ങനെയാണ് അതിൻ്റെ? അല്ല, നമ്മളൊരു കുട്ടിയെ രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ ഇരുത്തി പഠിപ്പിക്കുകയാണ്. അതിൽ ആ മുഴുവൻ സമയം ആ കുട്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ഒരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റുക. പിന്നെ ഏതെങ്കിലും ഒരു തൊട്ടടുത്തുള്ള വീടുകളുള്ളവരോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ എന്തെങ്കിലും പ്രയാസം നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിർബന്ധിക്കാറില്ല. പക്ഷേ മാക്സിമം ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യും അവർക്കും കൊടുക്കും. അവർ മാത്രമാണ് വന്നു പോകുന്നത്. എന്താണ് ഇനി ഭാവിയിൽ കുട്ടികളൊക്കെ പറയാനുള്ളത് എന്താണ്? ഒരുപക്ഷേ കുറേ കുട്ടികൾ അഡ്മിഷൻ എടുക്കും, കുറേ കുട്ടികൾ മറ്റുള്ള കോഴ്സിലേക്ക് പോകും. എന്താണ് +2 കഴിഞ്ഞ കുട്ടികളോടൊക്കെ പറയാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങളൊരു +2 കഴിഞ്ഞൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആപ്റ്റായിട്ട് മനസ്സിലാക്കുക. പണ്ടുള്ള ആളുകളെ പോലെയല്ല, ഇന്ന് നമുക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ആവാൻ വളരെ ഈസിയാണ്. നിങ്ങളൊരു ബോർഡ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരാളെന്തെങ്കിലും പറഞ്ഞത് കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കണ്ടിട്ടോ അല്ല നിങ്ങളൊരു CA എടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. ഓരോ കുട്ടിക്കും അടുത്ത 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആപ്റ്റാണോ, ഞാൻ ആ ജോലി ചെയ്യാൻ ആപ്റ്റാണോ, എൻ്റെ കരിയർ ബെസ്റ്റ് ആവോ, ഞാൻ ആ ജോലി ചെയ്തുകൊണ്ട് ഹാപ്പി ആവോ, ഇതൊക്കെ
ഇതിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് 1-2 തവണ നിങ്ങൾ എന്ത് ചെയ്യണം, പലരെയും മീറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഗൈഡൻസിലേക്ക് എത്തണം എന്നാ പറയുക. അങ്ങനെ എത്തിയിട്ട് നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ, ഇത്തരത്തിലുള്ള ടാലൻറ്റ് ടെസ്റ്റുകൾ എഴുതുമ്പോൾ നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്തത് റൈറ്റ് ആണെന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും എന്നുള്ള എന്നെ. രക്ഷിതാക്കളും പറഞ്ഞു അവർ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഒപ്പം തന്നെ അവർ ഒരുപാട് അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തുന്നത്. അല്ലാതെ ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ അത് കണ്ടതുകൊണ്ട് മാത്രമല്ല അവർ ഇവിടെ എത്തുന്നത്. അവർ നല്ലൊരു ഫീഡ്ബാക്ക് അതിൻ്റെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇവിടെ എത്തുന്നത്. ഒരു പക്ഷേ അതൊക്കെ ഒരു അഭിമാനകരമായ സംഭവം. തീർച്ചയായിട്ടും ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ മുഴുവനും ഇപ്പം നമ്മൾ പറയില്ലേ, ഒരു ഇവിടെ പഠിച്ച കുട്ടികളുടെ ഫീഡ്ബാക്ക് കിട്ടുക, അല്ലെങ്കിൽ ഇവിടെ പഠിച്ച കുട്ടികളുടെ പാരൻസ് പറഞ്ഞിട്ടാണ് അധിക കുട്ടികൾ ഇവിടെ വരുന്നത്. നമ്മൾ അഘോരമായ വലിയ കോടിക്കണക്കിന് പരസ്യങ്ങൾ ചെയ്തിട്ടല്ല, നമ്മൾ ഈഗിൾസ് എന്നൊരു സ്ഥാപനം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ അഡ്വർടൈസ്മെൻറ്റ്, മാർക്കറ്റിംഗ് പറഞ്ഞ സാധനം ഉപയോഗിക്കാറുള്ളത്. ഈഗിൾസിനെ കുറിച്ച് അറിയാൻ വേണ്ടി മാത്രം. അഡ്മിഷൻ എടുക്കുന്നത് നമ്മളും കൂടി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടാണ്, അല്ലാതെ മാർക്കറ്റിംഗ് കണ്ടുവരുന്ന എല്ലാവരും അഡ്മിഷൻ എടുക്കുന്ന ഒരു തരത്തിലല്ല. കുട്ടികൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ പാരൻസ് പറഞ്ഞിട്ട് അവരുടെ അനുഭവം പങ്കുവെച്ചത് വഴിയാണ് ഇവിടെ കൂടുതൽ എന്ത് ചെയ്യുന്നത്, കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. എൻട്രൻസ് എക്സാം നടക്കുകയാണ് വളാഞ്ചേരി. ഒരു പക്ഷേ വളാഞ്ചേരി കാണാത്ത രീതിയിലുള്ളൊരു എൻട്രൻസ് എക്സാമാണ് ഈ ഒരു നദാസ് ഓഡിറ്റോറിയം നടക്കുന്നത് ഈഗിൾസിൻ്റെ ബാനറിൽ. ഭയങ്കര സന്തോഷം. അതിൽ ഏറ്റവും ഭയങ്കര കാര്യം, നമ്മൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അറിയാം. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടേക്ക് ട്രിവാൻഡ്രം വരെയുള്ള സ്റ്റുഡൻസ് നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പോരുന്ന വഴിയിൽ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇല്ലാഞ്ഞിട്ടല്ല, പലതും നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് വരുന്ന നമ്മുടെ സ്റ്റുഡൻസ് അല്ല, പലരും ഇവിടെ മുന്നേ പഠിച്ചു പോയ കുട്ടികൾ പറഞ്ഞിട്ട് അവരുടെ പാരൻസ് പറഞ്ഞ്, അതായത് കേട്ടറിഞ്ഞ് വരുമല്ലോ. നമ്മൾ അവിടെ പോയാൽ ഇങ്ങനെയാണ്, അവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണ്, അവിടെ പോയാൽ ഇങ്ങനെയാണ്, നമ്മുടെ മക്കൾ നേരാവും. അത് വെറും പഠനത്തിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് മാത്രമല്ല, പഠനമുണ്ട് അതാണ്. പക്ഷേ അതിലും പുറമെ നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഡിസിപ്ലിൻ വരും, ഒരു സിസ്റ്റമാറ്റിക് വരും. ഏറ്റവും ഇന്നത്തെ നമ്മുടെ മക്കൾ നേരിടുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഇഷ്യൂസ്, സോഷ്യൽ മീഡിയ, ഇതിനെ അവർ ഒഴിവാക്കുക. അറ്റ്ലീസ്റ്റ് ഇവിടെ വന്നിട്ടുള്ള ഒരു 6 മന്ത് പീരീഡിലേക്ക് അവർ സ്മാർട്ട് ഫോൺ തൊടുന്നില്ല. ഓക്കെ, ഈവനിങ് നമ്മൾ കൊടുക്കുന്ന ഒരു 5 to 5:30 വരെ സ്വിച്ച് ഫോൺ മാത്രമാണ്. പിന്നെ അതേപോലെ ഹോസ്റ്റലിൽ നിരന്തരമായിട്ടുള്ള നമ്മുടെ ചെക്കിങ്, ഹോസ്റ്റലിലേക്ക് പിള്ളേരെ മാറ്റി അല്ലെങ്കിൽ കുട്ടികൾ ക്യാമ്പസിലെത്തി എന്ന് പറഞ്ഞാലും നമ്മൾ അവരുടെ ശ്രദ്ധ അവരുടെ മേലിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നില്ല. നമ്മൾ 1 മണിക്കും 2 മണിക്കും എന്ന് പറഞ്ഞ പോലെ ഹോസ്റ്റലുകൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നത്തെ ജനറേഷനാണ്, ആ ചെക്കിങ് എന്തായാലും വേണം. അപ്പോൾ അതും കൂടി തിരിച്ചറിഞ്ഞ് പാരൻസ് ഭയങ്കര വിശ്വാസത്തോടെ നമ്മുടെ ഏൽപ്പിക്കുന്ന മക്കളാണ്. അപ്പോൾ മുന്നേ പഠിച്ചിറങ്ങിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും അവിടെ പോയാൽ ഇതാണ്, ഇന്നതാണ് അവിടുത്തെ അവസ്ഥ, അവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കേട്ട് വന്നവരാണ് കൂടുതൽ. അതിൽ ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നുണ്ട്. പറഞ്ഞപോലെ എല്ലാ ജില്ലകളിൽ നിന്നും, കണ്ണൂരിൽ നിന്നും, കാസർഗോഡ് നിന്നും, ആലപ്പുഴയിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പോൾ എത്രയോ ഒരുപക്ഷെ തലേ ദിവസം താമസിച്ചാണ് അവിടെ. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഉത്തരവാദിത്വമാണ്, അവരുടെ ഒരു വിശ്വാസമാണ് ഈഗിൾസിനോടുള്ള. ആ ഒരു വിശ്വാസം തന്നെയാണ് വർഷങ്ങളായി ഈഗിൾസ് കാത്തു സൂക്ഷിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അതെ, തീർച്ചയായും. നമ്മൾ ഓരോ കഴിയുമ്പോഴും നമുക്ക് ഇത്ര റിസൾട്ട് ഉണ്ടായി, ഇത്ര സ്റ്റുഡൻസ് ഇറങ്ങി എന്നുള്ളതും, നമ്മൾ ഓരോ ബാച്ച് കഴിഞ്ഞാലും നമ്മുടെ ഉദ്ദേശം എത്രമാത്രം ഇതിൽ ഇനി കൂട്ടാൻ പറ്റും, എങ്ങനെ അഡീഷണൽ ചെയ്യാൻ പറ്റും, നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഓരോ വാല്യൂ എഡീഷൻ കോഴ്സുകളായാലും, ഇപ്പോൾ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്രാവശ്യം നമുക്കതിന് എങ്ങനെ റാങ്ക് ഹോൾഡേഴ്സിന് എക്സ്ട്രാ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും, ന്യൂജനായിട്ടുള്ള കോഴ്സുകൾ ഏത് പീരീഡിൽ ഇവർക്ക് കൊടുക്കാൻ പറ്റും, AI പോലത്തെ കോഴ്സുകൾ. ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ പ്ലാനാണ്, ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങി അവർ ഇൻ്റർമീഡിയറ്റിലേക്ക് വരുന്നതിന് വരെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു 1 month 1.5 months ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ നമ്മളൊരു ഇൻ്റഗ്രേഷൻ കോഴ്സായിട്ട് ന്യൂജൻ കോഴ്സുകൾ, എക്സൽ, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ChatGPT പോലത്തെ കോഴ്സുകൾ എങ്ങനെ അവർക്ക് കൊടുക്കാൻ പറ്റും, ഇതിലും നമ്മളെപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ആസ് എ ടീം അല്ലെങ്കിൽ ആ ബോർഡ് ടീം എന്നുള്ളത് എപ്പോഴും വെറുതെ ഇരിക്കുന്നില്ല. നമ്മൾ ഇതിലെങ്ങനെ പഠിച്ച് മാറി വരുന്ന പിള്ളേർക്ക് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാം, റിസൾട്ട് കൂട്ടാൻ എന്തൊക്കെ അഡീഷണൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ. കുട്ടികളൊക്കെ ഇപ്പോൾ പണ്ട് സയൻസ് അല്ലെങ്കിൽ മാത്സ്, എഞ്ചിനീയറിംഗ് ആ ഒരു കാര്യങ്ങളൊക്കെ വിട്ട് എല്ലാവരും ഇപ്പോൾ ഈ ഒരു കൂടുതലും അക്കൗണ്ടിങ് മേഖലയിലേക്ക് തിരിയുന്നു, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ. അതൊരു വലിയൊരു മാറ്റമാണ്. അതെ, അത് എഡ്യൂക്കേഷണൽ രംഗത്തുള്ളൊരു മാറ്റം തന്നെ പറയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ അവർ ചിന്തിക്കുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം. വുമൺസ് ആണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യൽ ഫ്രീഡം അവർക്ക് വേണം. അപ്പോൾ എപ്പോഴും നമ്മൾ കുട്ടികൾ വരുമ്പോൾ പറയുന്നത് കേൾക്കാം, ഒപ്പിനാണ് പൈസ എന്നുള്ളത്. പക്ഷേ അത്രമാത്രം അങ്ങനെ അല്ലെങ്കിൽ കൂടെ, അതായത് ഒരു മാസത്തെ സാലറി കൊണ്ട് അവരുടെ ആ ഒരു ഫാമിലി സിറ്റുവേഷൻ ഒരു പരിധിയിൽ കൂടുതൽ, ഒരു 60-70% അവരുടെ ആ ഫാമിലിയുടെ സിറ്റുവേഷൻ അങ്ങ് മാറ്റിമറിക്കാനുള്ള രീതിയിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നുള്ള അവരുടെ ഒരു വിശ്വാസമാണ് ഈ കോഴ്സിലേക്കുള്ള ഈ ഒരു കടന്നുകയറ്റം. ആ ഡിമാൻഡ് അന്നും ഇന്നും ഫ്യൂച്ചറിലും ഈ CAക്കുള്ള ഡിമാൻഡ് എന്നും ഉണ്ടായിരിക്കും. അത് എന്താണ് +2 കഴിഞ്ഞിറങ്ങുന്ന ഒരുപാട് കുട്ടികൾ ഇറങ്ങാൻ പോവാൻ, എക്സാം കഴിഞ്ഞു, അതിൻ്റെ വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നിരവധി കുട്ടികൾ പുറത്തിറങ്ങും, പല കോഴ്സുകൾ തിരഞ്ഞെടുക്കും. എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? അതായത് എപ്പോഴും +2 കഴിഞ്ഞിട്ടാണ് നമ്മൾ കരിയറിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ്. അത് ഏറ്റവും ചൂസായി അല്ലെങ്കിൽ നല്ലപോലെ പഠിച്ചിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. CAയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും എന്താണ് CA, നമ്മൾ വിചാരിച്ചത്ര ഈസി അല്ല, അതിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. നമ്മൾ ആ ഒരു CA എന്നുള്ള ലെറ്റർ നമുക്ക് എത്തുമ്പോഴേക്ക് കുറച്ച് സ്റ്റേജുകൾ നമ്മൾ കടന്നു പോകാനുണ്ട്. മെൻ്റലി, ഫിസിക്കലി നമ്മുടെ
നമ്മൾ അന്നേ അതുവരെ നമുക്കുണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിനെ, ആ സിറ്റുവേഷനെ നമ്മളൊന്ന് മാറ്റാനുണ്ട്, കുറച്ചും കൂടെ ഡിസിപ്ലിൻ ആവാനുണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചുകൾ വേണമെന്നുണ്ട്. അതായത് നമ്മൾ തോന്നുന്ന സമയത്ത് പഠിക്കാൻ, തോന്നുന്ന സമയത്ത് ഉറങ്ങാം, ഈ ഒരു രീതി എന്തായാലും സി എക്ക് ആപ്റ്റ് ആവില്ല. അപ്പോൾ ഒരു 4-4.5 വർഷം കഴിയുമ്പോഴേക്ക് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഹാർഡ് സിറ്റുവേഷൻസ് അതിൻ്റെ ഇടയിലൂടെ പോകാനുണ്ട്. അപ്പോൾ അതിനെ പഠിച്ച്, അത് സി എ കോഴ്സാണെങ്കിലും മറ്റെന്ത് കോഴ്സാണെങ്കിലും അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ഏതൊരു ഫീൽഡിലേക്കും, ഈവൻ സി എ ഫീൽഡിലേക്കും കയറി വരണം എന്നുള്ളതാണ് എനിക്കതിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. നമുക്കപ്പം ജാബിർ സാർ ചേരുകയാണ്. സാറേ, ഇന്ന് എക്സാം നടക്കുകയുണ്ടായി. ഈഗിൾസിനെ കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായമാണ്, ഞങ്ങളിങ്ങനെ ഫീഡ്ബാക്ക് എടുക്കുകയായിരുന്നു. എന്താണ് ഇന്നത്തെ എക്സാമും കുട്ടികളുടെയൊക്കെ ഒരു താല്പര്യമൊക്കെ എങ്ങനെയാണ്? കുട്ടികൾ പിന്നെ മാർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ തന്നെ ഉദ്ദേശം, ഇപ്പോൾ ഒരു കുട്ടീൻ്റെ റിസൾട്ട് നമ്മൾ നോക്കിയപ്പോൾ അതിൽ തീരെ ബേസ് ഇല്ലാത്തൊരു കുട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഒരു എയിമും എന്തുതന്നെയാണ്, ഇങ്ങനെ ബേസ് ഇല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെ നോട്ടീസ് ചെയ്ത് അവർക്ക് സ്റ്റാർട്ടിങ്ങിലേ വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൊടുക്കുക. ഇതെല്ലാം തീരെ പറ്റാത്ത കുട്ടിയാണ്, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ട് വരുന്ന കുട്ടികളുണ്ടാകും, സി എന്ന് മാത്രമേ അറിവുണ്ടാവുള്ളൂ, അതിൻ്റെ കോഴ്സ് എന്താണ്, എങ്ങനെ പഠിക്കണം അറിയാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ട ഗൈഡൻസ് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 300 കുട്ടികളെ എഴുതി അവർക്കൊക്കെ അഡ്മിഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളുകളെയാണോ എടുക്കുന്നത്? അതെ, സെലക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ഫെയിൽഡ് ആയ കുട്ടികളെ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യും, ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ആ കുട്ടി എന്തെങ്കിലും മേ ബി ഈ ഒരു 1-2 വീക്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടിയും അവരെന്ത് ചെയ്യും, ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, ഇനി ആ കുട്ടിക്ക് നമ്മൾ അന്ന് നമുക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കുട്ടിക്ക് ഒരു കാലിബറുള്ള കുട്ടിയാണോ, പഠിക്കാൻ പറ്റുന്ന കുട്ടിയാണോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ പറ്റും. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ നമ്മൾ കൊടുക്കുക. എന്നാൽ ക്ലാസ്സൊക്കെ ആരംഭിക്കുന്നത്? ക്ലാസ് 21-ാം തീയതി സ്റ്റാർട്ടിങ്, ഈ മാസം 21-ാം തീയതി 22-ാം തീയതി 2 ബാച്ച് വരും. ഒരു ബാച്ച് മെയിലേക്കാരം വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കുട്ടികളൊക്കെ ഇപ്പോൾ പലരും സയൻസ് എടുത്ത കുട്ടികളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുട്ടികൾക്ക് അതിൻ്റെ ഒരു ബേസിക് ഒക്കെ കിട്ടുന്നു. ഞാൻ ഇവിടുത്തെ ഫാക്കൽറ്റിയാണ്, അക്കൗണ്ട്സ് ഞാനാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ബാച്ചിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സയൻസിൽ പഠിച്ച കുട്ടികൾ, അല്ലെങ്കിൽ സയൻസ് ബാച്ചിന് അന്നൊരു സയൻസിനായിട്ടൊരു ബാച്ച് ആയിരുന്നു നമുക്ക്, ഗേൾസിൻ്റെ ഒരു സയൻസ് ബാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബാച്ചിലുള്ള പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ ആ ബാച്ചിലുണ്ടായിരുന്ന കുട്ടികളാണ് കൊമേഴ്സ് ബാച്ചിലത്തെ കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുത്തിരുന്നത്, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് എന്തുണ്ടാകും, ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും പിന്നീട് അവർ എന്ത് ചെയ്യും, അത് റിക്കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ സയൻസ് എന്നുള്ള ഒരു ഇതിൽ എന്ത് ചെയ്യണ്ട, നമ്മളൊരിക്കലും അത് ഇതുവരെ അഡ്മിഷൻ എടുക്കുന്നത് വരെ ഉണ്ടാവുള്ളൂ. അതിന് ശേഷം എല്ലാവരും വിജയിക്കാരം സെയിം ആയിരിക്കും. അവരൊന്നുകൂടിയും കൊമേഴ്സിലെ കുട്ടികൾക്ക് ഒന്നുകൂടി എന്ത് ചെയ്യും, അക്കൗണ്ട്സ് ഒക്കെ കവർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പഠിച്ചെടുക്കുന്നതാണ് കാണൽ. എന്താണ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളൊക്കെ പറയാനുള്ളത് എന്താ, നേരം പോലെ എന്ത് ചെയ്യുക, ഒരു കോഴ്സ് നേരം പോലെ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ വെറുതെ ഇപ്പോൾ മാർക്കറ്റിങ്ങിൽ കുറേ കോഴ്സുകൾ കാണാം. അപ്പോൾ നമ്മളെ കരിയറിന് പറ്റിയ കോഴ്സ് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം അവിടെ നിന്നാണ് നമ്മൾ എന്ത് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്.